ഉമ്മ എനിക്ക് വെള്ളപ്പം തിന്നാൻ പൂതിയാവുന്നു. ആടാ മോനെ ഞാൻ ഉണ്ടാക്കി തരാം. ഇനിയിപ്പോ നാളെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിനക്ക് 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടാവോ? എന്നാ ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാം. ഇപ്പൊ തന്നെ? ആ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് നൈസായിട്ട് പൊടിച്ച അരിപ്പൊടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല നൈസ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടോ? ഇത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയതും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് ചോറും ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ 1 ടീസ്പൂണ് ഈസ്റ്റും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള ഈസ്റ്റ് ഇൻസെൻ്റ് ഈസ്റ്റാണ് കേട്ടോ. ഇനി നമ്മുടെ വെള്ളപ്പം നല്ല കളറും ഒരു നല്ല സോഫ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് നമുക്കിതിന് മിക്സിയിൽ വെച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. 1 മിനിറ്റ് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ തണുത്ത വെള്ളം ഒഴിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഇത് നന്നായിട്ട് ചൂടാവും പൊടി. അത് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തണുത്ത വെള്ളം ഒഴിച്ചത്. ഇതിപ്പോൾ നമ്മളെ മാവ് അരിയും തേങ്ങയും ചോറും ഒക്കെ പാടെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 1/2 കപ്പ് തണുക്കാത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒന്നുകൂടി ഇത് അരച്ചെടുക്കാം. ഞാൻ ആദ്യമേ 1.5 കപ്പ് വെള്ളം ഒഴിക്കാത്ത എന്താന്ന് പറഞ്ഞാൽ ചോറും തേങ്ങയും അരഞ്ഞു കിട്ടില്ല. അതാണ് 1 കപ്പ് ആദ്യം ഒഴിച്ചിട്ട് അരച്ചത്. ഇപ്പം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇനി അരച്ചെടുക്കാം. ഒന്നുകൂടി നമുക്ക് ഇതിൽ വെച്ച് അരച്ചെടുക്കാം. നമുക്കിനി തുറന്ന് നോക്കാം. ഇപ്പം കണ്ടില്ലേ, ഒന്നുകൂടി ലൂസായിട്ട് അരഞ്ഞിട്ടുണ്ട്. കണ്ട? ഇതിനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1 മിനിറ്റ് ഇതിങ്ങനെ ആറ്റിയും ഊറ്റിയുമായിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നല്ല പത വരും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ലേ പത വരുന്നത്? ഉള്ളിൽ നല്ല പത കുറച്ചിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി വേണ്ടത് കുറച്ച് ചൂടുള്ള വെള്ളമാണ്. ചൂടുള്ള വെള്ളം വെച്ചാൽ വല്ലാതെ തിളച്ച് മറിയരുത്. തിളച്ച് മറിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മേലെ മാവ് കയറ്റി വെക്കുമല്ലോ, മാവിൻ്റെ അടി വെന്ത് പോവും. അതുകൊണ്ടാണ് തിളച്ച് മറിയരുത് പറഞ്ഞത്. ഇനി നമുക്ക് ഈ വെള്ളം തുറക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഇതിങ്ങനെ തൂക്കി വെക്കാം. ആവി പുറത്ത് പോവാതെ വെക്കുക. എന്നിട്ട് നമുക്കിത് മൂടി വെക്കാം. ഒരു 1.5 മണിക്കൂർ ഇവിടെ അങ്ങനെ ഇരുന്നോട്ടെ. നമ്മൾ മാവ് ചൂടുവെള്ളത്തിൻ്റെ പാത്രത്തിൽ വെക്കുമ്പോൾ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക. ഒരു കാരണം വെച്ചാലും ഈ മാവുള്ള പാത്രം ചൂടുവെള്ളത്തിൽ മുട്ടാൻ പാടില്ല. മുട്ടാതെ പാത്രത്തിൽ വെക്കുമ്പോൾ അതിൻ്റെ ആവി മാത്രമേ മാവിൻ്റെ പാത്രത്തിൽ ചോട്ടിൽ വരാൻ പാടുള്ളൂ. ചൂടുവെള്ളം അതിൽ മുട്ടാൻ പാടില്ല. നമ്മൾ മാവ് വെച്ചിട്ട് മക്കളെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമുക്കിനി തുറന്ന് നോക്കാം. അയ്യവാ, കണ്ടില്ലേ പൊന്തി വന്നിക്കണത്? എത്ര പൊന്തി വന്നിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി 1 ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം.
വെള്ളം ഒഴിച്ച് കലക്കി പാകത്തിന് വെള്ളം ഒഴിക്കുക. ഇതിൻ്റെ വെള്ളം പാകമായിട്ടുണ്ട്. എന്താ ഈ കണക്കിന് വെള്ളം ഒഴിക്കണം. അങ്ങനെ 1.5 മണിക്കൂർ കൊണ്ടുണ്ടാക്കുന്ന വെള്ളപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചുറ്റി കൊടുക്കാം. കണ്ടില്ലേ നമ്മുടെ വെള്ളപ്പത്തിൽ ഓട്ട വരുന്നത്? ഇനി നമുക്കിത് മൂടി വെക്കാം. ചട്ടി വല്ലാതെ ചൂട് കൂടിയാൽ മാവ് ഉരുണ്ട് കൂടും. എന്നാൽ ചൂടില്ലെങ്കിൽ പൊള്ളം വരില്ല കേട്ടോ. ഇനി നമുക്കിത് വെന്തിക്കണോ നോക്കാം. അയ്യവാ നല്ല സൂപ്പറായിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് ഇങ്ങനെ കറക്കി കൊടുക്കുക. ഇനി ഒരു പൊള്ളം വരട്ടെ. ഇനി നമുക്കിത് മൂടി കൊടുക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അയ്യോ കണ്ടില്ലേ നമ്മുടെ 1.5 മണിക്കൂർ വെള്ളപ്പം അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇച്ചിരി വേഗട്ട് മുരിയിട്ട് ഈ സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് എടുക്കാം. ഇനി നമുക്കിത് എടുക്കാം. അങ്ങനെ നമ്മുടെ 1.5 മണിക്കൂർ കൊണ്ടുള്ള വെള്ളപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ മക്കളെ. എടാ മോനെ വാ, വെള്ളപ്പം റെഡി ആയിട്ടുണ്ട്. 1.5 മണിക്കൂർ കൊണ്ട് വെള്ളപ്പൊക്കെ ഉണ്ടാക്കിയോ? കറിയൊന്നും ഉണ്ടാക്കിയില്ലേ? കറിയൊക്കെ ഇഞ്ചി തന്നെ പോയി ഉണ്ടാക്കിക്കോ.